84 hours and 15 minutes with RJ Sindhu. അതെങ്ങനെയായിരുന്നു എക്സ്പീരിയൻസ്? എനിക്ക് 2 വള ഊരി തന്നാണ് എൻ്റെ ചേച്ചി എന്നെ കയറ്റി ഇങ്ങോട്ട് വിട്ടത്. ആ വള ഇതുവരെ പറയല്ല. ഞാനെല്ലാം തുറന്ന് പറയുന്ന ഒരാള് മുൻചേട്ടൻ തന്നെ എന്റെ അമ്മയാണ്. എനിക്കറിയായിരുന്നു. അമ്മയമ്മ ഭർത്താവും പറഞ്ഞ് കേട്ട് നടക്കാൻ പോവാണോ കുട്ടി? അവരെന്നെ കാണുമ്പോ ഇപ്പോഴും പുച്ഛമാണോ? അങ്ങനെ പറയാൻ പാടില്ല. വെൽക്കം ബാക്ക് ടു അനദർ എപ്പിസോഡ് ഓഫ് സൈത്തൂൻ സൊറവറ. ഇന്നത്തെ അതിഥിയെ കുറിച്ച് പറയുകയാണെങ്കിൽ പറഞ്ഞാൽ തീരൂല, അത്രക്കും പറയാനുണ്ട്. എന്ന് വെച്ചാൽ ഞങ്ങൾ രാവിലെ എണീറ്റ് പത്രെടുത്ത ഇദ്ദേഹം ഉണ്ടാവും. ഞങ്ങൾ അതിനുശേഷം കുളിച്ചൊരുങ്ങി വണ്ടി കയറി ജോലിക്ക് പോകുമ്പോൾ റേഡിയോ ഓണാക്കിയ അദ്ദേഹം ഉണ്ടാവും, ബിൽ ബോർഡ്സ് അദ്ദേഹം ഉണ്ടാവും, ഒരു പരിപാടിക്ക് പോയാൽ അദ്ദേഹം ഉണ്ടാവും, ഇതൊക്കെ വിട്ട് വേറെ രാജ്യത്ത് പോയിട്ട് ഒരു പരിപാടിക്ക് പങ്കെടുത്ത അതിലും അദ്ദേഹം ഉണ്ടാവും, അഭിനയിക്കുന്നുണ്ടാവും. എല്ലാം കഴിഞ്ഞ് ഇപ്പൊ ഇൻസ്റ്റാഗ്രാം റീൽ നോക്കുമ്പോൾ അദ്ദേഹം അദ്ദേഹത്തിന്റെ ഭാര്യയും ഒരു രക്ഷയും. അപ്പൊ ഞാൻ പറയേണ്ട ആവശ്യമില്ല, എല്ലാവർക്കും അറിഞ്ഞു കാണും. None other than RJ മിഥുൻ and ലക്ഷ്മി. താങ്ക് യു. മറ്റേ സുരാട്ടൻ മറ്റേ അന്ന് പറഞ്ഞതിന് ശേഷം ഇപ്പൊ എല്ലാരും ഇത് ചെയ്യുന്നുണ്ട്. എനിക്കിത് പക്ഷെ വളരെ നല്ല കാര്യമല്ലേ സത്യം പറഞ്ഞ കറക്റ്റ് അല്ലേ സുരാജേട്ടൻ പറഞ്ഞത്? അതിൽ യാതൊരു സംശയമില്ല. അയ്യോ അത് സത്യം പറഞ്ഞത് ഭയങ്കര. ഞാൻ പറഞ്ഞത് വെച്ചാൽ അപ്പോഴാണ് നമ്മൾ റിയലൈസ് ചെയ്യുന്നത് ശരിയാണല്ലോ, എല്ലാത്തിലും ഉണ്ടല്ലോ. പിന്നെ സൊറബറയിൽ കൂടി വന്നില്ലെങ്കിൽ പിന്നെ എന്താ? പിന്നെ ഉറപ്പായും. ഞാൻ മാത്രമല്ല, ഇത് കാണുമ്പോഴൊക്കെ നമ്മൾ തന്നെ പറയാറുണ്ട്, നമ്മൾ ഇതിന്റെ പല എക്സെപ്റ്റ്സ് ആണല്ലോ മിക്കവാറും നമുക്ക് ഇൻസ്റ്റാഗ്രാമിലോ. അതെ അതെ, ഭയങ്കര രസമായിട്ട് ചെയ്യുന്ന ഒരു പരിപാടിയാണ്. താങ്ക് യു സോ മച്ച്. അത് വലിയൊരു ഓണർ തന്നെയാണ്. സ്റ്റാർട്ടിങ് തന്നെ നമുക്ക് നിങ്ങൾ തന്നിരിക്കുന്നത് ഒരു ഭയങ്കര കോൺഫിഡൻസ് ആണ്. എന്തൊക്കെയുണ്ട് മിഥുൻ ചേട്ടാ വിശേഷം? സുഖമായിട്ട് പോകണം. എല്ലാം ഈ പറഞ്ഞ പോലെ ഈ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട്, ചെയ്തു തന്നെ പോകുന്നുണ്ട്. അല്ല പക്ഷേ ഞാൻ ചിലപ്പോൾ ഇങ്ങനെ വീഡിയോസ് കാണുമ്പോൾ ഞാൻ ലക്ഷ്മി ചേച്ചിന്റെ ഒരു കോണ്ടന്റ്സ് എനിക്കും എൻ്റെ വൈഫിനും ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ ഞാൻ വിചാരിക്കുന്നു ഇപ്പൊ മിഥുൻ ചേട്ടൻ കുറച്ചും കൂടി ഫേമസ് ആയത് സത്യം പറഞ്ഞാല് എനിക്ക് തോന്നുന്നു ഈ കുട്ടികളൊക്കെ വന്നിട്ടേ മിക്കവാറും വന്ന് പറയും, ചേട്ടനെ ഞാൻ യൂട്യൂബ് ഷോർട്സിൽ കാണാറുണ്ട്, ടിക്ടോക്കിൽ കാണാറുണ്ട്, ഇൻസ്റ്റാഗ്രാമിൽ കാണാറുണ്ടെന്നുള്ളൂ. ഞാൻ പറഞ്ഞ 10-20 വർഷം സിനിമ ചെയ്തിട്ട് ഒന്നുമില്ലാണ്ട് ഇതിലാണ് ഇപ്പൊ അഭിനയിക്കൊന്നും വേണ്ട, ഇനിയിപ്പോ ഇത് മതി. ലക്ഷ്മി ചേച്ചി, നിങ്ങൾ എങ്ങനെയാണ് ഈ സ്ക്രിപ്റ്റ് കണ്ടുപിടിക്കുന്നത്? സ്ക്രിപ്റ്റ് കണ്ടുപിടിക്കാന്ന് പറഞ്ഞാൽ ഒരു വലിയ കാര്യമൊന്നുമില്ല. ഞാനും മുൻചേട്ടനും കൂടി ഒന്ന് ആലോചിച്ച് എന്തെങ്കിലും ഒരു ത്രെഡ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അത് വലുതാക്കി അതങ്ങ് ചെയ്യും. പക്ഷെ എന്നാലും ഇങ്ങനെ ആപ്റ്റ് ആയിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ചിലതൊക്കെ ഇൻസ്പയർഡ് ആണ്, മനസ്സിലായില്ലേ? ഈ ഇൻസ്പയർഡ് ആയ സാധനം നമുക്ക് നമ്മൾ കാണുന്നില്ല, ഒന്നും വേറെ അല്ല. അതിന്റെ ഏറ്റവും വലിയ കാര്യം അത് മലയാളീകരിക്കുന്നതിലാണ്. ഇപ്പൊ നമുക്ക് ഈ പറഞ്ഞ പല കാര്യങ്ങളും നമുക്ക് ചിലപ്പോൾ പലയിടത്തും കണ്ടിട്ടുണ്ടാവും, പക്ഷെ ഇത് നമ്മുടെ കേരളത്തിന്റെ അല്ലെങ്കിൽ നമ്മുടെ ഹൗസ് ഹോൾഡിന്റെ രീതിയിലോട്ട് മാറ്റുമ്പോഴാണ് അതിന്റെ സംഭവം. ഏതാണ് നമുക്കെല്ലാം റിലേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഏതാണ്ട് യൂണിവേഴ്സൽ ആണല്ലോ, ഈ ഭാര്യ ഭർത്താവിന്റെ ഇടയിലുള്ള പ്രശ്നങ്ങളെല്ലാം. വെരി ഗുഡ്. നിങ്ങളായാലും മകളെയും എല്ലാവരും വെച്ച് ആ ഒരു ഫാമിലിക്ക് ഇരുന്ന് കാണാൻ പറ്റിയൊരു സാധനം തന്നെയാണ്. അപ്പൊ നമുക്ക് ശരിക്കുള്ള കഥയിലേക്ക് കിടക്കാം. നമുക്ക് അറിയേണ്ടത് മിഥുൻ ചേട്ടൻ വീട്ടിൽ ഈ ക്യാമറ ഓഫ് ആവുമ്പോൾ ഇങ്ങനെ തന്നെയാണോ? ഇതിന്റെ അപ്പുറാണ്. ഇത് കുറച്ച് കുറവാണെങ്കിൽ ഡോസ് കുറവാണ് റീൽസിൽ. വീട്ടിലിങ്ങനെയൊന്നുമല്ല, വീട്ടില് ഇതിന്റെ അപ്പുറാണ്. എന്തൊക്കെയാണ് അതാണ് നമുക്കറിയാം. സത്യം പറഞ്ഞ ഫുൾ ടൈം ഓളിട്ട് ബഹളം ഉണ്ടാക്കി നടന്ന് അത് ചെയ്ത് തട്ടിയിട്ട് പൊട്ടിച്ച സാധനങ്ങൾ അങ്ങനെ ചെയ്ത് ഇങ്ങനെ ചെയ്ത് അങ്ങനത്തെ ഒരു മനുഷ്യനാണ്. ഭയങ്കര കെയർ ഫ്രീ ആണ്, ഒരു രക്ഷയില്ല. നല്ല ഉറക്ക സംസാരിച്ച് ഉറക്ക പാട്ട് പാടി തോന്നുന്ന പാട്ടൊക്കെ പാടി അങ്ങനെയൊക്കെ. അല്ല, വീട്ടിൽ ചെയ്യാൻ പറ്റുള്ളൂ, അത് സത്യമാണ്, വീട്ടിൽ ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷെ മിഥുൻ ചേട്ടൻ ഇങ്ങനെ തന്നെ ആയിരുന്നു പണ്ട് ചെറുപ്പം തൊട്ടേ. ബേസിക്കലി നമുക്ക് സ്വന്തം അനിയന്റെ തല്ല് ടി വി കൊണ്ടിട്ട ആളാണ്. വളരെ ചെറുപ്പത്തിലുള്ള ഈ വളരെ ചെറുപ്പം എന്ന് വെച്ചാ എനിക്കോണ്ട് എന്റെ ഒരു 4-ാമത്തെ വയസ്സിലെങ്ങാണ്ട്, 4-ാമത്തെ വയസ്സ് 2.5-3 വയസ്സ് എങ്ങനെ ആയിരിക്കും. ആ സമയത്ത് നമുക്ക് പണ്ട് ഈ ടെലിവിഷൻ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാല് ഇതുണ്ടാവുമല്ലോ, പണ്ട് നമുക്ക് ഇങ്ങനെ പൂട്ടിയിടുന്ന ടെലിവിഷനാണ്, ക്യാബിനറ്റ് ആണ്. അപ്പൊ ഈ ക്യാബിനറ്റിന്റെ ഈ ഡോർ ഇങ്ങനെ സൈഡിലോട്ട് ഇരിക്കും. അപ്പൊ നമ്മൾ പിടിച്ച് തൂങ്ങുമല്ലോ, കൊച്ചുകുട്ടിയല്ലേ, അപ്പം അനിയൻ ഇങ്ങനെ എഴുന്നൊക്കെ നടന്ന് ഇത് ചെയ്ത് വരുന്ന സമയമാണ്. അപ്പൊ ഇതിങ്ങനെ പറഞ്ഞ് നേരെ അനിയന്റെ പുറത്തോട്ട് TV വന്ന് പറഞ്ഞങ്ങ് വീണു. ഞാൻ ഓടിക്കളഞ്ഞു. അനിയനെന്ത് പറ്റിയെന്ന് നോക്കിയില്ല, ഓടിക്കളഞ്ഞു. ഞാൻ ഓടിക്കളഞ്ഞു. സ്വാഭാവികമായിട്ടും അങ്ങനെയുള്ള വേണ്ടത്. അപ്പൊ നിങ്ങള് ചെറുപ്പം തൊട്ടേ അങ്ങനത്തെ ഒരു കുസൃതിയും ഞാൻ ഇച്ചിരി എന്നുവെച്ചാല് ഇത് ഞാൻ പറഞ്ഞില്ലേ, നമ്മള് സ്റ്റേജ് ചെയ്യുന്ന സമയത്ത് തുടക്കത്തിൽ വരുമ്പോൾ നമ്മൾ വളരെ ലൗഡാണ് എന്നുള്ളത് പലരും പറഞ്ഞിട്ട് ഞാൻ ശരിക്കും പറഞ്ഞാൽ കുറച്ചിട്ടുണ്ട്.
അപ്പം എൻ്റെ അടുത്ത് പറയും നിങ്ങൾക്ക് എന്തിനാണ് മൈക്ക്, നിങ്ങൾ എന്തിനാ അത്രയും ബഹളത്തിൽ സംസാരിക്കണേ, കുറയ്ക്കൂ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പം ഞാൻ തുടക്കത്തിലൊക്കെ ശരിക്കും പറഞ്ഞാൽ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് എനിക്ക് തന്നെ തോന്നി, ഞാൻ ഭയങ്കര ലൗഡാണ്, കുറച്ചില്ലേ പണിയാണ്. കാരണം ആൾക്കാർക്കത് അരോചകമായിട്ട് തോന്നുന്നുള്ളത്. കോമഡി ഉത്സവം വേണ്ടി വന്നു, ആ ലൗഡ്നെസ് ആണ് നല്ലത് എന്നുള്ളത് ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്ന അവിടെയാണ്. പിന്നെ നമുക്ക് എല്ലാവർക്കും ഉണ്ടാവില്ല, നമ്മളെല്ലാം വിചാരിക്കുന്നത് നമ്മുടെ മോശം എന്ന് പറയുന്ന പല ഭാഗങ്ങളായിരിക്കും ജനത്തിന് ഇഷ്ടമാവുക എന്ന് പറയുന്നത്. അത് നമുക്ക് മനസ്സിലായത് കോമഡി ഉത്സവത്തിലൂടെയാണ്. അല്ല, അതും എനിക്ക് തോന്നി. ബിക്കോസ് നിങ്ങളുടെ ആ സൗണ്ടാണ്, നിങ്ങളുടെ ആ ലൗഡ്നെസ് ആണ് ഞാൻ തോന്നുന്നു പ്രേക്ഷകരുടെ ശ്രദ്ധ നേടിയതും അതേപോലെ അവർ ഇഷ്ടപ്പെടുന്നതും. നിങ്ങൾ അങ്ങനെ ആയില്ലെങ്കിൽ അതിപ്പോ ആൾക്കാർക്ക് ഇഷ്ടമല്ല. ഇപ്പൊ അതാണ്, ഇപ്പൊ ബഹളം വെച്ചാൽ കുഴപ്പമില്ല, പണ്ട് ബഹളം വെച്ചാൽ ആൾക്കാർ ചീത്ത വിളിക്കാറും. അല്ല, അതൊരു ആൾക്കാരുടെ ഒരു മൈൻഡ് ശരിക്കും ഒന്ന് കോൺഫിഡൻസ് കൂട്ടുന്ന ഒരു അപ്പ് ചെയ്യുന്ന ഒരു സാധനം തന്നെയാണ്. ഏതൊരു കാര്യം എടുത്ത് ഇപ്പൊ ഇന്ന് തന്നെ ഞാൻ പറഞ്ഞില്ലേ, ഇത് ഫുഡ് പോയ്സൺ അടിച്ചിട്ട് പനിയായിട്ട് വന്നേക്കാം. അപ്പൊ ഞാൻ പറഞ്ഞു ഇന്റർവ്യൂ മാറ്റി വെക്കാൻ പറയാം, നമുക്കൊന്ന് പോകണ്ട, അവരോട് പറയാമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഇല്ലില്ല, അവിടെ ക്യാമറ ഓൺ ആക്കി ഞാൻ റെഡി ആക്കിക്കോളും, പ്രശ്നമില്ല. അല്ല, അങ്ങനെയല്ല. അതെന്ന് വെച്ചാല് വേറെ എന്ത് മിസ്സായാലും സൊറവറ മിസ്സാവരുത് എന്നുള്ള. നിങ്ങൾ ഇതിനകത്തൊരു പ്ലാനിങ് ഉണ്ടാവും. പലപ്പോഴും ഇതിനകത്തുള്ള ഏറ്റവും വലിയൊരു കാര്യം നമുക്ക് പറഞ്ഞു മാറ്റാൻ ഭയങ്കര എളുപ്പമാണല്ലോ. പക്ഷേ ഒരു പ്ലാനിങ് ഉണ്ടാവും ഇതിനു വേണ്ടി. ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങളുടെ ക്യാമറമാൻ അല്ലെങ്കിൽ നിങ്ങളുടെ ഡയറക്ടർ ചിലപ്പോൾ അബുദാബിയിൽ നിന്ന് വന്നിട്ടുണ്ടാവും. അപ്പൊ എല്ലാം മാറ്റി വെച്ചായിരിക്കും നിങ്ങൾ നിൽക്കുന്നത്. അപ്പൊ ആ സമയത്ത് നമുക്കൊരു വയ്യായിക എന്ന് പറഞ്ഞിട്ട് നമ്മളിത് ഫുള്ളായിട്ട് മാറ്റി കഴിഞ്ഞാൽ ഒരുപാട് പേർക്ക് അത് ബുദ്ധിമുട്ട് വരും എന്നുള്ള അറിയാം. അതുകൊണ്ടാണ് മിഥുൻ ചേട്ടൻ ഇപ്പൊ ഇന്ന് ചെറുതായിട്ട് അസ്വസ്ഥതയാണ് വയറിലൊക്കെ. അതുകൊണ്ട് ഹാർഡ് കോർ ഫുഡിയാണ്. നമ്മുടെ ഓപ്പണിംഗ്, നമ്മുടെ പരിപാടിയുടെ ഒരു ചോദ്യം തന്നെ ഇന്ന് എന്താ കഴിച്ചത് എന്നാണ്. ഇന്ന് സത്യം പറഞ്ഞാൽ പക്ഷെ ഇന്നത്തെ ഉച്ചക്കത്തെ ഭക്ഷണം ഗംഭീര. കാരണം എന്ന് വെച്ചാൽ ഇന്ന് വീട്ടിൽ ചിഞ്ചു കഞ്ഞി ഉണ്ടാക്കി. കാരണം എനിക്ക് വയറ് വയ്യാതിരിക്കുന്നതുകൊണ്ട് നല്ല കഞ്ഞി, നല്ല പയറ്, ചമ്മന്തി, ക്യാബേജ് തോരൻ, നെത്തോലി അറിയില്ല, കൊഴുവ നെത്തോലി ഡീപ് ഫ്രൈ ചെയ്തത്, ഇത് ഇത്രയും കപ്പ. സാധാരണഗതിയിൽ വീട്ടിലുള്ളതിനേക്കാൾ നല്ല ഭക്ഷണമായിരുന്നു ഇന്നെന്നുള്ള പറയാൻ. കാരണം ഒന്നാമത് എനിക്ക് വയ്യാതിരിക്കുന്നു എന്നുള്ളതുകൊണ്ട് പുള്ളിക്കാർ തന്നെ സ്വന്തമായിട്ട് ഫുള്ളായിട്ട് എല്ലാം സെറ്റ് ചെയ്ത്, നമുക്ക് വേറൊരാൾ വരുന്നുണ്ട് അവിടെ, പക്ഷേ ഒന്നും ആരെയും അടുപ്പിച്ചിട്ടില്ല. അസലായിട്ട് അച്ചാർ വെച്ചിട്ട് തന്നില്ല, അത്രേ ഉള്ളൂ. കാരണം മറ്റേ വയ്യാത്തതുകൊണ്ട് കഴിക്കേണ്ടെന്ന് പറഞ്ഞു. പക്ഷെ ബാക്കിയെല്ലാം വച്ചിട്ട് അസാധ്യ ഭക്ഷണം. പൊടിയരി കഞ്ഞി അതായിരുന്നു ടേസ്റ്റ്. എനിക്കുണ്ട് വയറ്റിളക്കം. ഞാൻ ഇത് കഴിഞ്ഞ് വീട്ടിലേക്ക് പോവാം. അപ്പൊ ഇനി നമുക്ക് ശരിക്കും അറിയേണ്ടത്, ചേട്ടാ നിങ്ങൾ എപ്പോഴാണ് ഈ ഒരു ഡിജിറ്റൽ മീഡിയ, ഇപ്പൊ RJ, VJ എന്നിവയിൽ നിങ്ങൾക്ക് എപ്പോഴാണ് തോന്നിയത് നിങ്ങൾ അതിലേക്ക് വരാനായി എന്നുള്ളത്? നമുക്ക് എല്ലാവർക്കും ഈ കുട്ടിക്കാലത്ത് ഇപ്പം ഞാൻ പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു ഫെയിം അല്ലെങ്കിൽ നമുക്ക് മീഡിയ എന്ന് പറയണതിൽ നമ്മുടെ ഒരു കാലഘട്ടത്തിൽ നമുക്ക് ഇങ്ങനെയൊന്നും ഉള്ളൊരു ഓപ്ഷനൊന്നും ഇല്ലല്ലോ. നമ്മളെല്ലാവരും സിനിമ എന്നുള്ളതല്ലേ നമ്മൾ പറയുന്നത്. സിനിമ, ടെലിവിഷൻ ഇതാണല്ലോ മാക്സിമം. അന്നും ടെലിവിഷൻ ചാനലുകളുടെ ഒരു അതിപ്രസരം ഇന്നുള്ളത് പോലെ ഇല്ലാതാനും. നമുക്കൊരു ഏഷ്യനെറ്റും ഒരു സൂര്യയും ഒരു കൈരളിയും ഒക്കെ ഉണ്ടായിരുന്നുള്ളൂ ആ സമയത്ത്. പിന്നീടാണല്ലോ ഇത്രയധികം ചാനലുകൾ വന്നത്. അപ്പം ഞാൻ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കാലഘട്ടത്തിൽ നമുക്ക് തോന്നുക എന്ന് പറഞ്ഞാൽ എങ്ങനെ സിനിമയിൽ കയറാം എന്നുള്ള രീതിയിൽ മാത്രമാണ് ചിന്തിക്കുക. അപ്പോൾ ഈ നമുക്ക് നമ്മുടെ ഒരു കാലഘട്ടത്തിൽ നമുക്ക് ശരിക്കും പറഞ്ഞാൽ മീഡിയ എന്ന് പറയാനായിട്ടേ നമുക്ക് എന്ത് ചെയ്യണം എന്നുള്ളതില്ല. സിനിമ എന്ന് മാത്രമല്ലേ ഉള്ളൂ നമുക്ക്, അല്ലെങ്കിൽ മാക്സിമം ആയ ടെലിവിഷൻ. ഇതിനപ്പുറം ഒരു കാര്യത്തിലൂടെ നമുക്ക് ആർക്കും തന്നെ ഒന്നും ഒരു ഐഡിയ ഇല്ല. അപ്പോൾ ആ സമയത്ത് ഡബ്ബിംഗ് ആയിരുന്നു ഏക മാർഗം. കാരണം നമുക്ക് വേറെ സിനിമ ഇൻഡസ്ട്രിയിൽ അഡ്രസ്സ് ഒന്നും ഇല്ലല്ലോ. അപ്പോൾ ഡബ്ബിംഗ് വെച്ചിട്ടാണ് ആൾക്കാരെ പരിചയപ്പെടുക. അപ്പം അങ്ങനെ ഒരുപാട് ഈ പറയുന്ന പോലെ അതുകൊണ്ടാണ് ഇത്രയും മേഖല വന്നതിൻ്റെയും. ഏത് തിരഞ്ഞെടുക്കുന്നു എന്നുള്ളതല്ല, ഉള്ളതെല്ലാം എടുക്കുക എന്നുള്ളതായിരുന്നു ആ സമയത്ത്. ലക്ഷ്മി ചേച്ചി, ഇവിടെ യൂട്യൂബ് ഒരു ഞാൻ തോന്നുന്നു US-ഉം അതേപോലുള്ള ഒരു സമയത്ത് അവിടെ ഭയങ്കര വൈറലായിരുന്നു. പക്ഷെ യൂട്യൂബ് നമ്മൾ മലയാളികളുടെ ഇടയിലൊന്നും അങ്ങനെ വ്യാപകമായിട്ട് എത്തിയിട്ടില്ല. ആ ഒരു സമയത്ത് ഓൾറെഡി ലക്ഷ്മി ചേച്ചി അതിന്റെ പൾസ് മനസ്സിലാക്കിയിട്ട് ആക്റ്റീവ് ആയിട്ടുണ്ടായിരുന്നു. അതെന്താണ് തോന്നാൻ കാരണം? അത് മറ്റേ അവതാർ സിനിമയില് ഈ വ്ളോഗിംഗ് കൊണ്ട് കാണിക്കുമല്ലോ. അപ്പൊ അതെന്താന്ന് പറയാൻ വേണ്ടി ഞാൻ പിന്നാലെ പോയിട്ട് ഇങ്ങനെ യൂട്യൂബേഴ്സ് ഉണ്ട്, ഇംഗ്ലീഷിലും ചെയ്യുന്നുണ്ട്, വ്ളോഗിങ് ചെയ്യുന്നുണ്ട് മനസ്സിലാക്കിയിട്ട് അങ്ങനെ സ്റ്റാർട്ട് ചെയ്തതാണ് ഞാൻ. വെറുതെ രസത്തിന് വേറെ പണിയൊന്നും ഇല്ലാണ്ടിരുന്നപ്പോ അന്ന് തന്നെ സ്കൂളിലൊന്നും പോണെന്നില്ല. അപ്പൊ അങ്ങനെ വേറെ പണിയൊന്നും ഇല്ലാണ്ടിരുന്നപ്പോ തുടങ്ങിയതാണ്. പിന്നെ അത് റീച്ച് കിട്ടി, വൈറലായി, പിന്നെ തെനിച്ചക്കൂട്ടായി, ആൾക്കാരെ ബഹളായി. പിന്നെ നിങ്ങൾ എങ്ങനെ കണ്ടുമുട്ടിയത്? അങ്ങനെയാണെങ്കിൽ ഷാർജ അൻസാർ മോളിൽ വെച്ചിട്ട് ഡാൻസ് ചെയ്യുമായിരുന്നു. ഞാൻ പറഞ്ഞ അൻസാർ മോളിൽ വെച്ചിട്ട് ആങ്കർ ചെയ്യാൻ വന്നു. അവിടെ ആദ്യമായിട്ട് ജീവിതത്തില് ആദ്യമായിട്ട് ആങ്കർ ചെയ്യാൻ പോയതാണ് ഞാൻ.
അപ്പൊ അവിടെ വെച്ച് കണ്ടു. അപ്പൊ ഇദ്ദേഹം ആങ്കർ ആയിരുന്നോ? പുള്ളിയുടെ എനർജി കണ്ടപ്പോ ഞാൻ എന്റെ അമ്മ എന്താ പൊളി എനർജി എന്നൊക്കെ വിചാരിച്ചു ഞാൻ. പിന്നെ ഞങ്ങൾക്ക് ഒരു മ്യൂച്വൽ ഫ്രണ്ട് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പുള്ളിയുടെ അടുത്ത് പതുക്കെ പോയിട്ട് ഇമെയിൽ ഐ ഡി ഒക്കെ അന്ന് ഇമെയിൽ യാഹൂ മെസ്സഞ്ചറാ. അപ്പോൾ അങ്ങനെ ചോദിച്ച് മനസ്സിലാക്കി. പിന്നെ നമ്മൾ ചാറ്റ് ചെയ്ത് തുടങ്ങി കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞ് ഫോൺ വിളി കഴിഞ്ഞപ്പോൾ എൻ്റെ അമ്മ പെട്ടെന്ന് പിടിച്ചു. അമ്മ വീട്ടിൽ പിടിച്ചു കഴിഞ്ഞപ്പോ അതായത് ഞങ്ങളൊക്കെ വിചാരിക്കുന്ന മുമ്പേ കല്യാണം കഴിഞ്ഞു. അതെ, നമ്മള് കുറച്ച് സമയം കൂടി എടുക്കാന്ന് വിചാരിച്ചു. സമ്മതിച്ചൊന്നുമില്ല, പെട്ടെന്ന് എന്റെ അമ്മ സമ്മതിച്ചില്ല, ഒരു രക്ഷയില്ലായിരുന്നു. അതുകൊണ്ട് നമുക്കൊന്നും വേറെ ചിന്തിക്കാൻ സമയം 17 വർഷമായില്ലേ? 17 വർഷമായി കല്യാണം കഴിഞ്ഞു. അന്നൊന്നും ശരിക്കും പറഞ്ഞാൽ ഫോൺ തന്നെ മര്യാദക്ക് ഇല്ലെന്ന് തോന്നുന്നു. വാട്സാപ്പ് ഒന്നും ഇല്ലല്ലോ. ഫേസ്ബുക്കും ഓർക്കുട്ട് സമയമാണ് തുടങ്ങിയ സമയം. അതെ. അപ്പൊ ചേട്ടാ നിങ്ങൾ തിരുവനന്തപുരം, തൃശ്ശൂര്. അപ്പൊ എങ്ങനെയാണ് രണ്ട് കൾച്ചർ എങ്ങനെ പോകുന്നു? കോംപ്രമൈസ് തൃശ്ശൂരിലെത്തും. ഈ മൊത്തം നോക്കിക്കഴിഞ്ഞാൽ തന്നെ ഞാൻ എപ്പോഴും പറയും, തൃശ്ശൂർക്കാർക്ക് ഒരു തോന്നലുണ്ട്. എന്താ വെച്ചാൽ കേരളത്തിലെ ഏറ്റവും നല്ല ആൾക്കാർ അവരാണ്. സത്യല്ലേ? ഇതേ ഉള്ളൂ ഞാൻ ഐ റെസ്റ്റ് മൈ കേസ്. ലക്ഷ്മി കുറച്ചത് അങ്ങോട്ട് നോക്കി. ഇനി ഞാൻ ചോദിക്കട്ടെ, ഞാൻ കണ്ണു പൊത്താം ചോദിച്ചോ. തൃശ്ശൂർ ഒഴിച്ച് ഇനി മറ്റ് 13 ജില്ല ചോദിച്ചോട്ടെ. അതിൽ ഒരു നല്ലൊരു നിങ്ങളുടെ ജില്ലയെ കുറിച്ച് 2 വാക്ക് പറയും. ട്രിവാൻഡ്രം ഇപ്പോഴും റോഡുകൾ നല്ലതാണ്. ട്രിവാൻഡ്രം കുറച്ചുകൂടി എനിക്ക് തോന്നിയിട്ടുണ്ട്, ഒരു പക്ഷേ മന്ത്രിമാരെല്ലാം അവിടെ ആയതുകൊണ്ട് കൂടിയൊക്കെ ആവാം, കുറച്ചുകൂടി പ്ലാൻ സിറ്റി ആയിട്ട് തോന്നിയിട്ടുണ്ട് എനിക്ക് ട്രിവാൻഡ്രം ബാക്കി എല്ലാത്തിനേക്കാളും. പക്ഷേ എൻ്റെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ ഏറ്റവും ഇഷ്ടമുള്ള കേരളത്തിലെ നഗരം ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഒരൊറ്റ പേരേ പറയുള്ളൂ, കോഴിക്കോട്. അത് എന്തുകൊണ്ടാണ്? ഭക്ഷണം ആൾക്കാർ കുറച്ച് അതിന്റെ ഒരു കോഴിക്കോടിനെ കുറിച്ച് ആ ഭക്ഷണത്തെ നിങ്ങളുടെ എക്സ്പീരിയൻസ്. ഞാൻ ശരിക്കും പറഞ്ഞാൽ കോഴിക്കോട് ഞാൻ മനസ്സിലാക്കി തുടങ്ങി, അല്ലെങ്കിൽ കോഴിക്കോട് നമ്മളെല്ലാവരും പറഞ്ഞു കേട്ട് ഇവിടെ വന്നപ്പോൾ തൊട്ട് ആൾക്കാർ പറഞ്ഞു കേൾക്കുന്നുണ്ടെങ്കിലും ഞാൻ കോഴിക്കോട് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമായത് സെവൻസ് എന്ന് പറഞ്ഞ പടം ചെയ്യുന്ന സമയത്താണ്. എന്തൊരു ഫുഡ് കൾച്ചറാണെന്നുള്ളതാണ്. വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഭക്ഷണം കഴിക്കാൻ പറ്റുന്ന സ്ഥലമാണ് കോഴിക്കോട്. നമുക്ക് രാവിലെ ഇപ്പോൾ നമ്മൾ നടക്കാൻ പോയി, നമ്മൾ ബീച്ചിൽ പോയി എന്ന് വെച്ചു, ബീച്ചിൽ കിട്ടുന്ന ഭക്ഷണം അത് വേറെയാണ്. നമ്മൾ അതേസമയം അവിടുത്തെ ഓരോ റെസ്റ്റോറൻറ്റിൽ പോയാൽ നമ്മൾ മലബാർ ബിരിയാണി എന്ന് പറയുന്നു. ഓരോ റെസ്റ്റോറൻറ്റിലെ ബിരിയാണിക്കും സിഗ്നേച്ചർ ഉണ്ട്. സാഗറിലെ ബിരിയാണി അല്ല പാരഗണിലെ ബിരിയാണി അല്ല ടോപ്പ് ഫോമിലെ ബിരിയാണി അല്ല ബോംബെയിൽ. ഇപ്പോൾ ഈ പറയുന്നതിൻ്റെ വെറൈറ്റി ഭയങ്കരമാണ്. നമ്മൾ വെറുതെ ഇപ്പം പറയുന്ന ഒരു മിൽക്ക് സർബത്ത് എന്ന് പറയുന്ന സാധനം പോലും നമ്മൾ കോഴിക്കോട് നിന്നല്ലേ ആദ്യം കഴിക്കണേ. ഞാൻ പറയണ അങ്ങനത്തെ ഒരു കുറേ കാര്യങ്ങൾ പറയാനുണ്ടാവും കോഴിക്കോടിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ. അത് പൊതുവേ ഒരു മലബാർ ബെൽറ്റിന്റെ ഒരു ആണ്. ഞാൻ പറഞ്ഞ കണ്ണൂർ ചെന്നാലും ഒക്കെ ഉണ്ട്. കണ്ണൂര്, മലപ്പുറം. ഞാൻ പറഞ്ഞ കണ്ണൂര് പറയിപ്പിക്കാൻ നോക്കുകയാണ് സത്യം പറഞ്ഞു. ഞാനൊരു കണ്ണൂരുകാരനാണ്. കണ്ണൂര് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ കണ്ണൂര് പോകുന്നുണ്ട്. മലപ്പുറത്ത് ഇപ്പം ഞാൻ കോട്ടയ്ക്കൽ ഇപ്പം ഞാൻ പറഞ്ഞ VHL മിൽക്ക് നമ്മളാണല്ലോ ആദ്യം മറ്റേ പറഞ്ഞിട്ട് ഇതായതുപോലും. അപ്പം ഞാൻ പറഞ്ഞ വെച്ചാൽ അങ്ങനെയൊക്കെയുള്ള എല്ലാ സ്ഥലങ്ങളും ഉണ്ടെങ്കിലും എന്തുകൊണ്ടോ ഇപ്പോഴും ചിഞ്ചുവിൻ്റെ അടുത്ത് ബാക്കി നിൽക്കുന്ന കാര്യം എന്നറിയോ, എന്തെങ്കിലും ഒരു ദിവസം അവിടെ കൊണ്ടുപോയി താമസിപ്പിച്ച് എല്ലായിടത്തും കൊണ്ടുപോയി ഭക്ഷണം വാങ്ങിച്ചു. അപ്പോൾ മിഥുൻ ചേട്ടാ, നിങ്ങൾ നമ്മുടെ ഫ്ലവേഴ്സിന്റെ കോമഡി ഉത്സവം എന്ന ഷോയില് നിങ്ങൾ അറിയപ്പെടുന്ന ഒരു ഹഗ് ചെയ്ത് ആൾക്കാരെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു വ്യക്തിയായിട്ടാണ് നിങ്ങൾ എപ്പോഴും അറിയപ്പെടുന്നത്. അത് എങ്ങനെയാണ്? ആ ഒരു പോസിറ്റീവ് എനർജി തന്നെയാണോ നിങ്ങളെ? അല്ല, അതിന്റെ ബേസിക് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കോമഡി ഉത്സവം തുടങ്ങുന്ന സമയത്ത് തന്നെ അതിന്റെ ഡയറക്ടറാണ് മിഥിലാജ്. അപ്പൊ പുള്ളി പറഞ്ഞൊരു കാര്യമുണ്ട്, ഇതിന്റെ ഈ ഷോയിന്റെ ഒരു ഇന്റിമസി ആയിരിക്കും ഇതിന്റെ ഏറ്റവും വലിയ, അതൊരു പുള്ളിയുടെ ഒരു ഇതാണ്, പുള്ളിയുടെ ഒരു വിഷനും കൂടിയാണ്. അപ്പം ലക്ഷ്മി ചേച്ചി ഈ കോണ്ടന്റ് ക്രിയേഷൻ കല്യാണത്തിന് മുന്നേ എന്തായിരുന്നു? ഡാൻസ് കളിക്കും, കഥാപ്രസംഗം, അങ്ങനത്തെ കഥകളി, ഓട്ടംതുള്ളൽ, അങ്ങനത്തെ ഒക്കെ പരിപാടികളായിരുന്നു. അങ്ങനെ അംബീഷ്യസ് ആയിട്ട് വേറെ കാര്യങ്ങളൊന്നും ഡാൻസും പഠിച്ച് എന്തെങ്കിലും ജോലി ചെയ്ത് പോകണം, അങ്ങനെയൊക്കെയായിരുന്നു. കമ്പ്യൂട്ടർ എഞ്ചിനീയർ ആവണം, അങ്ങനെയൊക്കെ. അങ്ങനെ പക്ഷെ ഒന്നിലും വർക്കായിട്ട് ജോബ് ഒന്നും ഇല്ല. അനുവദിക്കാത്തതാണോ? എവിടെയും പോയി ജോലി എന്നെ ഒന്നും ചെയ്യാൻ സമ്മതിക്കില്ല, പാവം ഞാൻ. അതെ, കാരണം എന്ന് വെച്ചാല് കല്യാണം കഴിയണത് വരെയും അവിടെ ഇവിടെ ഒരു ബാങ്കിൽ ഇതുണ്ടായിരുന്നു, ക്രെഡിറ്റ് കാർഡിന്റെ ഇതുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞല്ലോ, അത് ഇപ്പോൾ സന്തോഷമല്ലേ, നമുക്കൊരു വരുമാനം കൂടി വരുന്നതല്ലേ. അത് കഴിഞ്ഞതിന്റെ അടുത്ത ദിവസം കൊണ്ട് നിർത്തി. അല്ല, കഴിഞ്ഞതിന് മുമ്പ് ഞാൻ നിർത്തി. പറഞ്ഞേ അവര്. എന്നിട്ട് അതും നേരെ ചെന്നിട്ട് അവരുടെ അടുത്ത് പറഞ്ഞേ, കല്യാണം കഴിഞ്ഞാൽ ജോലിക്ക് പോകണമെന്ന് മിഥുൻ ചേട്ടനും ഫാമിലിയും പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് പോകണ്ടെന്ന് പറഞ്ഞു ഒഴിവാക്കി.
നടന്ന സംഭവം. കാരണം എന്താ അറിയോ, എനിക്ക് ലീവ് തരില്ല. 2 മാസം 3 മാസം എനിക്ക് ലീവ് വേണ്ട. എനിക്ക് ഹണിമൂണൊക്കെ പോണ്ടേ, ലീവൊന്നും തരില്ല. പിന്നെ എനിക്ക് മേക്കപ്പ് അല്ല ബ്യൂട്ടി പരിപാടിയൊക്കെ ചെയ്യണം, അതൊക്കെ ചെയ്യാൻ, സ്കിൻ കെയർ ചെയ്യണം. ഇതൊന്നും ചെയ്യാൻ പറ്റില്ല ജോലിക്ക് പോയാല്. അപ്പൊ ഞാൻ അതുകൊണ്ട് പറഞ്ഞു അവർ സമ്മതിക്കില്ല. അവരെന്നെ നോക്കുന്നത് ലോകത്തെ ഏറ്റവും വലിയ ഷോവിനിസ്റ്റ് അവരോട് പറഞ്ഞു ഇപ്പഴേ അമ്മായിയമ്മ ഭർത്താവും പറഞ്ഞ് കേട്ട് നടക്കാൻ പോവാണോ കുട്ടി, എന്താ ഇത് എന്നൊക്കെ പറഞ്ഞു. അവരെന്നെ കാണുമ്പോ ഇപ്പോഴും പുച്ഛമാണ് അവർക്ക്. ഈ ഷോവിനിസ്റ്റ് ആയിട്ടുള്ള മനുഷ്യനാണ്. മിഥുൻ ചേട്ടൻ ഇപ്പം എത്ര പടങ്ങളായി, എണ്ണമുണ്ടോ? പടം എനിക്ക് തോന്നുന്നു ഒരു 30 പടം ചെയ്തിട്ടുണ്ട്. 30 ആയി കാണും മിക്കവാറും. പടങ്ങൾ എത്രത്തോളം മിഥുൻ ചേട്ടനെ? വളരെ കുറച്ചല്ലേ ചെയ്യാൻ പറ്റുള്ളൂ. കാരണം ഒന്ന് ഇവിടുത്തെ ലീവ് എടുത്ത് വേണം പോകാനായിട്ട്. പിന്നെ ഇപ്പം ഞാൻ ചെയ്യുന്നത് കൂടുതൽ ഈ അടുപ്പുള്ള ആൾക്കാരുടെ സിനിമകളായിരിക്കും. അപ്പം ഈ ഒരു ലോങ്സ്റ്റ് മാരത്തോൺ നിങ്ങൾ റേഡിയോയിൽ ചെയ്തിരുന്നു, 84 hours and 15 minutes വിത്ത് RJ സിന്ധു. അതെങ്ങനെയായിരുന്നു എക്സ്പീരിയൻസ്? അതൊരു ഭയങ്കര വലിയ എക്സ്പീരിയൻസ് ആണ്. കാരണം എന്ന് വെച്ചാൽ ഈ ഗിന്നസ് റെക്കോർഡ് ഇടുക എന്ന് പറയുന്നതൊന്നും ഞാൻ ചിന്തിച്ചിട്ടൊന്നുമില്ല. ശരിക്കും സിന്ധുവിന് വലിയ ആഗ്രഹമായിരുന്നു. അങ്ങനെ സിന്ധു എന്നെ പുഷ് ചെയ്ത് ചെയ്യിച്ചതാണ്. സത്യം പറഞ്ഞു വീട്ടിൽ പോയിട്ട് ട്രയലൊക്കെ നടത്തി. എല്ലാരും ഉണ്ട്. ഇവരൊന്നും ഇല്ലേ നടക്കില്ലല്ലോ. കാരണം എന്ന് വെച്ചാൽ നമുക്ക് ഇത്രയും നേരം ഉണർന്നിരിക്കാൻ പറ്റുമെന്നുള്ളതല്ലേ ആദ്യം അറിയണ്ടേ. എനിക്കിതിൻ്റെ ഒരു ഫസ്റ്റ് ചെയ്യാൻ പറ്റുന്നുള്ളത് മനസ്സിലായത് US പോയപ്പോഴാണ്. കാരണം അവിടെ നമ്മുടെ ഇവിടുത്തെ രാത്രി പകലും അവിടുത്തെ ഇതുവാണല്ലോ. അപ്പോൾ ഉറങ്ങിയിട്ടില്ലെന്നേ, വളരെ ചുരുക്കം ഉറങ്ങിയിട്ടുള്ളൂ. കാരണം നമ്മുടെ ആ ടൈം ഡിഫറൻസ് ഉള്ളത് കൊണ്ട് ഇത് അപ്പോൾ മനസ്സിലായി ഒരു 3-4 ദിവസം ഉറങ്ങാതിരുന്നാലും വലിയ ടെൻഷൻ വരില്ല എന്നുള്ളത് മനസ്സിലായി. ഇന്ന് ചെയ്യാൻ പറഞ്ഞാൽ ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് അറിയില്ല. പക്ഷെ എന്തായാലും ഇന്ന് പറഞ്ഞതെന്ന് വെച്ചാൽ അന്ന് അതൊരു ഒരുപാട് ഹെൽത്ത് റിസ്ക് ഉള്ള ഒരു സംഭവമാണത്. നമ്മളിങ്ങനെ ഉറങ്ങാണ്ടിരിക്കാന്ന് പറയുമ്പോഴേ. ഇപ്പൊ അടുത്ത നിങ്ങളുടെ ഫ്യൂച്ചർ പ്രൊജക്ട്സ് എന്തെങ്കിലും മൂവീസിൽ വരുന്നുണ്ടോ? ഇല്ല, ഞാൻ ഇപ്പോൾ 2 പടം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒന്ന് ഇപ്പം നമ്മുടെ ഈ അൽത്താഫ് നായകനായിട്ടുള്ളൊരു പടമുണ്ട്, സതീഷ് എന്ന് പറഞ്ഞിട്ടുള്ള. അതുപോലെ തന്നെ വേറൊരു പടം, അതിന് പേരിട്ടിട്ടില്ല. അതും കൺമിറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള പടം. ഒരെണ്ണം പകുതി ചെയ്ത് വെച്ചേക്കാണ്. ഇനി ബാക്കി അതിന് സ്കെഡ്യൂൾ വരാനിരിക്കുന്നേ ഉള്ളൂ. അപ്പം അങ്ങനെ 2 പടം കമ്മിറ്റ് ചെയ്തിട്ടുണ്ട്. അത് 2 ഇറങ്ങാൻ കിടക്കുന്നു. മിഥുൻ ചേട്ടൻ ഇപ്പം ഒരു റേഡിയോയിൽ ഇരിക്കുന്നത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇഷ്ടംപോലെ കോൾസ് വരാം. പലവരെയും പല രീതിയിലും നിങ്ങൾ ബന്ധപ്പെട്ടിട്ടുണ്ടാവും. അങ്ങനെ ഏതെങ്കിലും ഒരു മെമ്മറബിൾ ഒരു കോളോ അല്ലെങ്കിൽ നിങ്ങൾക്ക് വിഷമം തോന്നിയ ഏതെങ്കിലും ഒരു കോൾ ഉണ്ടായിരുന്നു? നിങ്ങൾ ഇഷ്ടം പോലെ. ഞാൻ പറഞ്ഞ 21 വർഷമായി ഇപ്പോൾ റേഡിയോയിൽ. അപ്പോൾ ഇതിനിടയിൽ ഒരു 1000 കാര്യങ്ങളുണ്ടായിട്ടുണ്ടല്ലോ. ഇവിടെ വന്ന് അതായത് നമ്മൾ സംസാരിക്കുമ്പോൾ ആംനസ്റ്റിയെ പറ്റി നമ്മൾ ബോധവൽക്കരിച്ച് അവരുടെ നാട്ടിൽ പോകാൻ പറഞ്ഞാൽ പോകാൻ പറ്റില്ലെന്ന് പറയുന്ന ആൾക്കാരുണ്ട്. അവർ പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഗൾഫിൽ നിൽക്കുന്നിടത്തോളം കാലമേ ഉള്ളൂ എൻ്റെ കുടുംബത്തിന് അവിടെ സ്വസ്ഥമായിട്ട് ജീവിക്കാൻ പറ്റുക. അല്ലെങ്കിൽ കടക്കാർ കയറും, തിരിച്ചു വന്നു കഴിഞ്ഞാൽ പിന്നെ ഒരു വിലയുണ്ടാവില്ല എന്നുള്ളതാണ്. നമ്മൾ ചില സമയത്തൊക്കെ ഇപ്പം ഞാൻ പറഞ്ഞ വെച്ചാൽ ഇപ്പോഴത്തെ ഗൾഫല്ലല്ലോ, നമ്മൾ കുറച്ച് നാൾ മുമ്പൊക്കെ ഉള്ളൊരു സംഭവത്തിൽ നമുക്ക് ശരിക്കും ഇപ്പം നമുക്ക് ഇപ്പോൾ ലേബർ ക്യാമ്പുകളിലൊന്നും പോയാൽ നമുക്കറിയാം ഇപ്പം പെർഫെക്റ്റായിട്ട് കാര്യങ്ങൾ നടക്കുന്നുണ്ട്. ആ സമയത്തൊക്കെ നമുക്ക് കയറി ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഒന്നുമില്ലാണ്ട് തിരിച്ചു പോകുന്ന ആൾക്കാർക്ക് കാശും കയ്യിൽ കുറച്ച് പ്രോഡക്ട്സും കൊടുത്ത് വിടാൻ പറ്റിയിട്ടുള്ള കാര്യങ്ങളുണ്ട്. എന്തിന് അമ്മമാരെ ഇവിടെ കൊണ്ടുവരാൻ നമ്മൾ ഫോർ യു മോം എന്ന് പറഞ്ഞ പരിപാടിയുണ്ട്. ആ പരിപാടിയിൽ നമ്മൾ കൊണ്ടുവന്നിട്ടുള്ള ഒരു ഇത് പറയുകയാണെങ്കിൽ നമുക്കറിയാം, നമുക്കിപ്പോൾ ഇവിടെ ചിലപ്പോൾ കേസും കാര്യങ്ങളൊക്കെ ആയിട്ടും തിരിച്ച് നാട്ടിൽ പോകാൻ പറ്റാതെ ഇവിടെ തന്നെ നിൽക്കുന്ന ആൾക്കാരുണ്ടാവും. അവർ 7-8 വർഷമായിട്ട് വീട്ടുകാരെ ഒന്നും കണ്ടിട്ടില്ല. അപ്പം അവരുടെ വീട്ടുകാരെ ഇവിടെ കൊണ്ടുവരാൻ കഴിയുക. ഇതേപോലുള്ള ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ തിരുമുൽ കാഴ്ച എന്ന് പറഞ്ഞൊരു ഷോ ഉണ്ട്. ഇവിടെ നിന്ന് ഉള്ള സമ്മാനങ്ങൾ ഓണത്തിന് അവിടെ കൊണ്ടുപോകുന്നതാണ്. അപ്പോൾ ഒരാൾ വന്ന് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കുള്ള വിസയ്ക്ക് വേണ്ടിയിട്ട് എനിക്ക് 2 വള ഊരി തന്നാണ് എൻ്റെ ചേച്ചി എന്നെ കയറ്റി ഇങ്ങോട്ട് വിട്ടത്. ആ വള ഇതുവരെ എനിക്ക് തിരിച്ചു കൊടുക്കാൻ പറ്റിയിട്ടില്ല. അത് കൊടുക്കാൻ പറ്റുമെന്ന് ചോദിച്ചു. നമ്മൾ ഈ 2 വളയും കൊണ്ടാണ് അവിടെ പോകുന്നത്. അപ്പോൾ ഈ ഞാൻ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു 1000 കഥകൾ പറയാനുണ്ടാവും നമുക്ക് ഇതിനിടയിൽ കണ്ടതും കേട്ടതും സംസാരിച്ചതുമായിട്ട്. പണ്ട് വന്ന സമയത്ത് ആൾക്കാർക്ക് എയർപോർട്ടിൽ പോകാനായിട്ട് ടാക്സി കിട്ടിയില്ലെങ്കിൽ വരെയും വിളിച്ച് മെസ്സേജ് അയച്ചിട്ട് പറയും ഇവിടെ നമ്മൾ വെയിറ്റ് ചെയ്യണത് ഇതുവരെ വന്നിട്ടില്ല. അപ്പോൾ ആൾക്കാരൊക്കെ പോയി ചെന്ന് പിക്ക് ചെയ്തുകൊണ്ടൊക്കെ പോകും. അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ വരെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് വെച്ചാൽ അത് റേഡിയോ ഞാൻ എപ്പോഴും പറയാറുള്ളൊരു കാര്യമാണ്. ഞാൻ കഴിഞ്ഞ ഇതിനൊക്കെ പോയപ്പം പറഞ്ഞൊരു കാര്യം എന്ന് വെച്ചാൽ കേരളത്തിലുള്ളതുപോലെ അല്ല മാധ്യമപ്രവർത്തനം ഇവിടെ മാധ്യമപ്രവർത്തനം കുറച്ചുകൂടി ഒരു പൊതുപ്രവർത്തനമാണ്. അതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കിപ്പോൾ കോൺസുലേറ്റിലൊരു ഡൗട്ടുണ്ട്, അല്ലെങ്കിൽ ഇവിടുത്തെ ഇപ്പം നമ്മുടെ എംബസിയിലൊരു ഡൗട്ട്, അല്ലെങ്കിൽ പോട്ടെ നമുക്ക് ഇവിടുത്തെ ഒരു നിയമത്തിലൊരു സംശയമുണ്ട്, നിങ്ങൾ ആരുടെ അടുത്താണ് പോയി ചോദിക്കുക? മിക്കവാറും ഇവിടുത്തെ മാധ്യമങ്ങളോടായിരിക്കും നിങ്ങൾ ചോദിക്കുക. ആ ഫസ്ലൂലൊക്കെ വരുന്ന ഏറ്റവും കൂടുതൽ കോളുകളെന്ന് പറയുന്നത് ചിലപ്പം എയർപോർട്ടിൽ നിന്ന് കയറുന്നതിന് മുമ്പ് ഇന്ന സാധനം കൊണ്ടുവരാൻ പറ്റുമോ എന്ന് ചോദിക്കുന്നത് പോലും ചിലപ്പോൾ ഫസ്ലൂനോടായിരിക്കും. ഞാൻ പറഞ്ഞാൽ അങ്ങനെ ഒരു സ്ഥലമാണിത്. കാരണം നമുക്ക് ആക്സസ് ഇല്ലല്ലോ.
ഇവിടെ വരുന്ന ഒരു സാധാരണക്കാരന് ഏത് നിയമം അറിയാവുന്നത്? അപ്പോൾ ഇത് നിയമമാണോ, ഇത് സത്യമാണോ എന്ന് അറിയുന്നത് എവിടെ നിന്നാണ്? അത് ഇതേ ഉള്ളൂ. ഈ ആക്സസ് എന്ന് പറയുന്നത് ഇവിടെ തന്നെയാണ്, ഈ മാധ്യമക്കാർ തന്നെ. അപ്പോൾ മിഥുൻ ചേട്ടാ, ഇതൊക്കെ നടക്കുന്ന ഇടയിലാണ് നിങ്ങൾക്കൊരു അതെ, അത് വല്ലാതെ നിങ്ങൾക്ക് എഫക്റ്റ് ചെയ്തിരുന്നു. അതെങ്ങനെയാണ് ശരിക്കും നിങ്ങൾ? അല്ല, അതിൻ്റെ റീസൺ തണുപ്പാണ് അതിൻ്റെ മെയിൻ കാരണം എന്നാണ് പറയുന്നത്. പലരും പറയാറുണ്ട് ഒരു ഇയർ ഇൻഫെക്ഷൻ ഒക്കെ വന്നു കഴിഞ്ഞാലാണ്. അതെന്താ കോമഡി എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ആ സമയത്ത് അടുപ്പിച്ച് യാത്ര ഉണ്ടായിരുന്നു. ഞാൻ ട്രിവാൻഡ്രത്ത് ഒരു ഷോ ചെയ്തു. അത് കഴിഞ്ഞ് നേരെ അവിടെ നിന്ന് സൗദിയിൽ വന്നു, അല്ല ഷാർജയിൽ വന്നു. അവിടെ നിന്ന് അത് കഴിഞ്ഞിട്ട് എനിക്ക് സൗദിയിൽ ഷോ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ തിരിച്ച് ഇവിടെ ദുബായിൽ വന്നിട്ട് തിരിച്ച് നാട്ടിൽ പോവാണ്. നാട്ടിൽ പോകേണ്ടത് എനിക്ക് ഊട്ടിയിലാണ് പോകേണ്ടത്. അന്ന് അവിടെ നിന്ന് മറ്റേ തണുത്ത വെള്ളത്തിലൊക്കെ കുളിച്ച് ഒക്കെ ഇറങ്ങിയിട്ട് അന്ന് എനിക്ക് കോയമ്പത്തൂർ നിന്നാണ് ഫ്ലൈറ്റ് കൊച്ചിയിലോട്ട്. പക്ഷെ ആ ഫ്ലൈറ്റ് മിസ്സായി. അപ്പോൾ വണ്ടി ഇരുന്നാണ് അങ്ങ് അറ്റം വരെ പോയത്. അപ്പോൾ ഈ വണ്ടി ഇരുന്ന് അങ്ങ് അറ്റം വരെ പോകുന്ന സമയത്ത് ശരിക്കും പറഞ്ഞാൽ ചെവിയിൽ കാറ്റടിച്ചിട്ടുണ്ടായിരുന്നു തോന്നുന്നു. ഈ AC-യുടെ കാറ്റടിച്ചിട്ടാണെന്ന് തോന്നുന്നു. അതാണ് പ്രശ്നമായെന്നാണ് ഡോക്ടർമാർ പറയുന്നത്. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ ശരിക്കും ഈ ക്രേനിയലിന് ഇങ്ങനെ ചുരുങ്ങുന്നതാണ് ഈ ബെൽസ് പാൽസി എന്ന് പറയുന്നത്. നമ്മളിപ്പോൾ ഇതിപ്പം നമ്മുടെ 14ാമത്തെ എപ്പിസോഡാണ് തോന്നുന്നത്. നമ്മളിത് 14th എപ്പിസോഡാണ്. അപ്പോൾ പല കപ്പിൾ എപ്പിസോഡ്സിലും ഞാൻ മാരേജിനെ റെസ്പെക്റ്റ് ചെയ്യുന്നതും ഞാൻ പ്രൊമോട്ട് ചെയ്യുന്നൊരു വ്യക്തിയാണ്. എല്ലാവരും വേറൊരു രീതിയിലാണ് മാരേജിനെ കാണുന്നതും പറയുന്നതും. അത് കഴിക്കല്ലേ, ഇല്ലാതെയായിപ്പോവും, നിന്റെ ജീവിതം കൊളാവും. അതിനെക്കുറിച്ച് എന്താണ്? അല്ല, ആദ്യത്തെ കുറച്ചൊരു 7 years ഇതുണ്ടല്ലോ. ആദ്യത്തെ കുറച്ച് നമ്മൾ പറയല്ലോ 7 years ഇച്ചെന്ന് പറയും. അത് ഉണ്ട്. നമുക്ക് കുറച്ച് തല്ലുകൂട്ടവും പ്രശ്നങ്ങളൊക്കെ പോവും. അത് കഴിഞ്ഞ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ രക്ഷപ്പെട്ടു. പിന്നെ നമ്മൾ അടിപൊളിയാണ്, ലൈഫ് സെറ്റാണ്. അത് നമ്മൾ പരസ്പരം മനസ്സിലാക്കി എല്ലാം നമ്മൾ ആ നെഗറ്റീവ്സും പോസിറ്റീവ്സും എല്ലാം ഒരുപോലെ അക്സെപ്റ്റ് ചെയ്ത് കൊണ്ടുപോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എളുപ്പമായി കാര്യങ്ങൾ. ചിഞ്ചു പറഞ്ഞ എന്ന് വെച്ചാൽ ഈ ശരിക്കും പറഞ്ഞാൽ അതാണ് ഈ ഒരു സംഭവം ഭയങ്കര വലിയ പോയിന്റ്. ഈ പലപ്പോഴും ഈ പറയാറില്ലേ, അതായത് ഇപ്പം മാരേജ് എന്ന് പറയുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ ഇപ്പം നമ്മൾ പറയില്ലേ, കല്യാണം കഴിക്കാൻ പോകുന്ന ആൾക്കാരുടെ അടുത്ത് നമുക്ക് കൊടുക്കാൻ ഒരു ഒറ്റ ഉപദേശമേ ഉള്ളൂ, ഡോണ്ട്. ഇപ്പൊ എല്ലാവരും അങ്ങനെയാണ് പറയാം. പക്ഷെ ഞാൻ പറയണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊരു ഈ കമ്പാനിയൻഷിപ്പിന്റെ ഒരു സംഭവത്തിലോട്ട് ഇത് മാറിക്കഴിയണ സമയത്ത് നമുക്കിതൊരു ഭയങ്കര വലിയൊരു ഇതായിട്ട് മാറും. അതായത് നമുക്ക് സപ്പോർട്ട് ചെയ്യാനായിട്ട് ഒരാൾ, ഞാൻ ബെൽസ് പാൽസി കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞൊരു കാര്യമുണ്ട്. അതായത് നമുക്ക് നമ്മുടെ വൈഫ് അല്ലെങ്കിൽ നമ്മുടെ ഹസ്ബൻഡ് എന്ന് പറയുന്നത് ആ ഒരു പാർട്ട്ണർ എന്നുള്ള രീതിയിൽ നിൽക്കുന്നത് നമുക്കൊരു അസുഖം വരുമ്പോഴാണ്. നമുക്ക് ആ അസുഖം വരുന്ന സമയത്ത് നമ്മുടെ കൂടെ നിൽക്കാൻ മിക്കവാറും അവരെ ഉണ്ടാവും. ഇന്നിപ്പോ കഞ്ഞിപ്പയറുണ്ടാക്കിയ പോലെ. അല്ല, എനിക്കിപ്പോ എന്റെ ഒരു ഞാനെല്ലാം തുറന്ന് പറയുന്ന ഒരാള് ഒന്ന് മുൻചേട്ടൻ പിന്നെ എന്റെ അമ്മയാണ്. അത് എനിക്ക് എന്റെ ബെസ്റ്റ് ഫ്രണ്ട് എന്നൊക്കെ പറയാം. അല്ലാണ്ട് എന്നെ സംബന്ധിച്ചോളം കേട്ടോ, മുൻചേട്ടനാണെന്ന് എനിക്കറിയില്ല. എനിക്ക് വേറെ 2-3 പേരുണ്ട്. എനിക്കറിയായിരുന്നു. അടിപൊളി, നല്ല രസകരമായിട്ട് പോകുന്നു. അതിന് ഗ്രേറ്റ്. നമുക്ക് ലാസ്റ്റ് ബട്ട് നോട്ട് ദി ലീസ്റ്റ് എനിക്ക് അറിയേണ്ടത്, മിഥുൻ ചേട്ടാ, ഇഷ്ടം പോലെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കുറേ പ്രവാസ ജീവിതം ആസ്വദിക്കാനും അതേപോലെ തന്നെ ജോലി ചെയ്യാനും ഇഷ്ടംപോലെ ആൾക്കാർ വന്നുകൊണ്ടിരിക്കുന്ന ഒരു രാജ്യം തന്നെയാണ് നമ്മുടെ UAE. ഏത് രീതിയിലുള്ള ആൾക്കാരാവാം, നിങ്ങൾ ആവാൻ ശ്രമിക്കുന്ന ഒരു ഡ്രീം ചെയ്ത് ഇങ്ങോട്ടേക്ക് റേഡിയോ RJ-യിലേക്കും VJ-യിലേക്കും അല്ലെങ്കിൽ പല ഓഡീഷനിങ്ങിലും അങ്ങനെ വരുന്ന ആൾക്കാരായിരിക്കും, അല്ലെങ്കിൽ ജസ്റ്റ് ജോലി മാത്രം കണ്ടുപിടിക്കാൻ വരുന്ന എല്ലാ പ്രവാസി മലയാളികളോടും അല്ലെങ്കിൽ മലയാളികളോടും നിങ്ങൾക്ക് ഹാപ്പിനെസ് എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് എങ്ങനെ പറഞ്ഞു കൊടുക്കാൻ പറ്റും? ഇഷ്ടമുള്ള കാര്യം വേറെ ടെൻഷനൊന്നും ഇല്ലാണ്ട് ചെയ്യുക, നല്ല ഉറക്കം, നല്ല കാര്യങ്ങളൊക്കെ കാണാനും ചെയ്യാനും ഒക്കെ പറ്റുന്നതുമാണ് ഏറ്റവും വലിയ ഹാപ്പിനെസ്. അല്ലാതെ വേറെ ഒന്നുമില്ല. നല്ല ഭക്ഷണവും നല്ല ഉറക്കവും കിട്ടുന്നുണ്ടല്ലോ, വേറെ ഒന്നും വേണ്ടതേ. താങ്ക് യു സോ മച്ച് ഫോർ ദോസ് വണ്ടർഫുൾ വേർഡ്സ്. അടിപൊളിയായിരുന്നു, എൻജോയ് ചെയ്തു നമ്മൾ നിങ്ങൾ. താങ്ക് യു ഫോർ ഹാവിങ് us here. താങ്ക് യു സോ മച്ച്. പക്ഷെ കഴിഞ്ഞിട്ടില്ല, നമ്മുടെ 2ാം റൗണ്ടിലേക്ക് പോകാം. അതാണ് സ്വീപ്പ് റൗണ്ട്. അപ്പം നമ്മുടെ സ്വീപ്പ് റൗണ്ടിലേക്ക് നമുക്ക് തുടങ്ങാം. അപ്പൊ നമ്മൾ ആദ്യത്തെ ചോദ്യമാണ്, ആരാണ് ആദ്യം അപ്പോളജൈസ് ചെയ്യുക? ആദ്യം അപ്പോളജൈസ് ചെയ്യാം. അങ്ങനെ പറയാൻ പാടില്ല. ചേട്ടൻ ഇങ്ങനെ കാണിച്ചത് പേടിക്കണ്ട, അങ്ങനെയാണോ കാണിച്ചത്? എന്നാ കുഴപ്പമില്ല. ഏറ്റവും ബെസ്റ്റ് പ്ലേസ് നിങ്ങൾ ട്രാവൽ ചെയ്ത്? സ്വിറ്റ്സർലൻഡ്. നിങ്ങൾ ലക്ഷ്മി ചേച്ചിയുടെ ഏറ്റവും കംഫർട്ട് ഫുഡ് എന്താണ്? കംഫർട്ട് ഫുഡ് ചോറും കറിയാണ്. അതായത് ശരിക്കും പറഞ്ഞാൽ ഇത് അല്ലെങ്കിൽ ബിരിയാണി.
ഒരു പുതിയ ക്യൂസീൻ ട്രൈ ചെയ്യാൻ കൂടുതൽ അഡ്വഞ്ചറസ്. 100%. ഒരു വേർഡിൽ ഇദ്ദേഹത്തെ ഡിസ്ക്രൈബ് ചെയ്യും. ഒരു വേർഡിലോ? വളരെ ബുദ്ധിമുട്ടാണ്, വളരെ ബുദ്ധിമുട്ടായിരിക്കും. വളരെ ബുദ്ധിമുട്ടാണ്. നിങ്ങൾ ആരാണ് ഒരു സീരീസ് മൊത്തം രാത്രി ഇരുന്ന് കാണാൻ? ഞാനും കാണാറുണ്ട്. ഞാൻ കേഡ്രാമ അത് കൊറിയനാണ്. ഞാൻ പക്ഷേ മറ്റേ ഈ പറഞ്ഞ പോലെ ഒരു സീരീസ് തീർത്തിട്ട് കിടക്കണം എന്നുള്ളത് എനിക്കാണ്. ഇദ്ദേഹത്തെ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ക്യാരക്ടർ എന്താണ്? ഏറ്റവും നല്ല ക്യാരക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ശരിക്കും ഈ പറയുന്ന പോലെയാണ് ഒരു പഠിപ്പിച്ചെന്ന പോലെ പറയൂ. ഒരു ഇഷ്യൂ വരുമ്പോൾ കൂടെ നിൽക്കണതാണ്. നമുക്കൊരു പ്രോബ്ലമാണ്, നമുക്കൊരു ടെൻഷൻ ഉണ്ട് എന്ന് പറയുമ്പോൾ നമ്മുടെ കൂടെ നിൽക്കുന്നതാണ് നമ്മുടെ പാർട്ട്ണർ. നിങ്ങളുടെ സൊറോബറയുടെ എക്സ്പീരിയൻസ്? നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, നമ്മൾ കാണുന്നതാണ്, നമ്മൾ ഈ പറഞ്ഞ പോലെ നമ്മുടെ ഷെയർ റീൽസിലുള്ളതാണ്. ഞാൻ സ്നിപ്പെറ്റ്സേ കണ്ടിട്ടുള്ളൂ, പക്ഷേ വന്ന എക്സ്പീരിയൻസ് അടിപൊളി. ഫണ്ണായിട്ട് കൊണ്ടുപോകും. സുബിനായിട്ട് ചെയ്യുന്നുണ്ട്. സുബിന്റെ ഈ പറഞ്ഞല്ലോ, സുബിന്റെ അവതരണത്തിന് സുബിന്റെ ശബ്ദം പ്രത്യേകിച്ചും ഭയങ്കര ഡിഫറെന്റ് ആണ്. താങ്ക് യു സോ മച്ച്. നിങ്ങളുടെ റീൽസ് ഇന്ന് രാത്രി പോയി നമുക്ക് വേറെയും കാണണം. നിങ്ങളുടെ താങ്ക് യു സോ മച്ച്. ബൈ ബൈ ബൈ. ഫ്ലവേഴ്സ് ടിവിയുടെ സ്മാർട്ട് ഷോയിൽ പങ്കെടുക്കാൻ നിങ്ങളെ ക്ഷണിക്കുന്നു. ഉടൻ തന്നെ ഈ നമ്പറിലേക്ക് വിളിക്കുക. 7593829838. ഫ്ലവേഴ്സ് സ്മാർട്ട് ഷോ ഉടൻ വരുന്നു ഫ്ലവേഴ്സ്.